നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരേ ഒരു കാര്യമാണ് ആഗ്രഹിക്കുന്നത്. ഹാപ്പി ആയിരിക്കുക എന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ എപ്പോഴും ചിരിച്ചുകൊണ്ട് നല്ല കാമായിട്ട് ജീവിക്കുന്നു. നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രശ്നം വന്നാൽ അതിനെ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ കാമായിട്ടാണോ? അതോ അലമുറയിട്ട് വളരെ ഒച്ചത്തിൽ അങ്ങനെയൊക്കെയാണോ? എന്തായിരിക്കും ഈ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകൾ ചെയ്യുന്നതിൻ്റെ സീക്രട്ട് എന്തായിരിക്കും? സത്യത്തിൽ ഹാപ്പി ആയ ആളുകൾക്ക് ചെറിയ 3 ഹാബിറ്റ്സ് ഉണ്ട്. ഈ ഹാബിറ്റ്സ് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ഇതുപോലെയൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. പ്രശ്നങ്ങളില്ലാത്തവരാരാ ഉള്ളത്? എല്ലാവരിലേക്കും ഒന്ന് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ നമ്മൾ ആ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്ന രീതിയിലാണ് വ്യത്യാസം ഇരിക്കുന്നത്. ചില ആൾക്കാരെല്ലാം പെട്ടെന്ന് അതിന് ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യും. ചില ആളുകൾ അതിന് വളരെ കാമായിട്ട് റിയാക്ട് ചെയ്യും. കുറച്ച് സമയമെടുത്ത് ആലോചിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ചിലർ പെട്ടെന്ന് എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യും. ദേഷ്യത്തിലിരിക്കുമ്പം നമ്മൾ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പം എന്താണ് ഒന്നാമത്തെ പോയിന്റ് നോക്കിയാലോ? സ്മോൾ തിങ്സ് അപ്രീഷിയേറ്റ് ചെയ്യുക. ഹാപ്പിയായ ആളുകൾ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നുണ്ട്. അവർ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്നു. ഫോർ എക്സാമ്പിൾ, നല്ല ഒരു രാവിലെ അവർക്കുണ്ടെങ്കിൽ അതിലവർ ഹാപ്പി ആയിരിക്കും. ഒരു കപ്പ് ചായ കിട്ടിയെങ്കിൽ, ഒരു നല്ല സോങ് അവർ നല്ലപോലെ കേട്ടെങ്കിൽ, അതുപോലെ തന്നെ അവർ ഫാമിലിയുടെ കൂടെ ചിലവഴിക്കുന്ന സമയം, ഇതെല്ലാം അവർ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നവരാണ്. നമ്മളിലേക്കൊന്ന് നോക്കിക്കേ. ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും ഉണ്ടായിട്ടില്ലേ? നല്ല നല്ല രാവിലെകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ പാട്ട് നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്, അല്ലേ? ഇതിനെല്ലാം നിങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ടോ? വെറുതെ ഒന്ന് ഒരു അനലൈസിസ്, അത്രയേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ അതിനെല്ലാം ഹാപ്പിയാണോ? ചില ആൾക്കാരുണ്ട്, അയ്യോ എനിക്ക് അത് കാരണം എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം പെൻഡിങ് ആണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്കിക്കേ. എനിക്ക് ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയല്ലോ, അങ്ങനെ പറയുമ്പോഴാണ് അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ സന്തോഷത്തിലിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. വലിയ സക്സസ് വന്നാൽ മാത്രമേ നമ്മൾ ഹാപ്പി ആകൂ എന്നൊരു ചിന്തിക്കുന്ന ഒരു ചിന്താഗതിക്കാരുണ്ട്. അങ്ങനെയാണോ? ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെയാണ് പ്രോബ്ലം. കാരണം ഹാപ്പിനെസ് വലിയ കാര്യങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതല്ല. ഡെയിലി ലൈഫിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ചെറിയ ചെറിയ മൊമെൻറ്റ്സിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, കേട്ടോ. രണ്ടാമത്തെ പോയിൻ്റാണ് ഓവർ തിങ്കിങ് ഒഴിവാക്കുക. ഹാപ്പിയായ ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കിയവരാണ്: എല്ലാം നമ്മുടെ കൺട്രോളിലല്ല. പല ആളുകളും ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും എന്താകുമെന്ന് ഓർത്ത് ഓവർ തിങ്കിങ് ചെയ്യും. ഇനി എന്തായിരിക്കും വരുന്നത്? പക്ഷെ അന്നേരം അങ്ങനെ പറയണ്ടായിരുന്നു, അന്നേരം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ സംഭവിച്ചത്, കുറച്ചുകൂടെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെ പല സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഹാപ്പിയായ ആളുകൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കറിയാവോ? അവർ എന്ത് സിറ്റുവേഷൻ വന്നാലും അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം കുറച്ച് സമയം എടുത്തിട്ട് അവർ അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് വളരെ സാവധാനം സോൾവ് ചെയ്യും. ഇനിയിപ്പോൾ അവരെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലോ, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഭയങ്കരമായിട്ട് അലമുറയിട്ട് ഒച്ചപ്പാടുത്ത് അങ്ങനെയല്ല. മൈൻഡിനെ വളരെ കാമാക്കി വെക്കും. എന്നിട്ടോ മുൻപോട്ട് പോകും തോറും അത് ഓക്കെ ആയിക്കോളും. അതെങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ആയി പോയിക്കോളും. മനസ്സിലായോ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടിപ്പടച്ച്, അല്ലേ, ഭയങ്കരമായിട്ട് അലറി വിളിച്ച് ബഹളം വെച്ച് നമുക്ക് പറ്റുന്നവരെയെല്ലാം നമ്മൾ ഫോൺ വിളിച്ച് പറയും. രാവിലെ തൊട്ട് പിന്നെ ഇതായിരിക്കും ചർച്ച. ആരെ വിളിച്ചാലും നമ്മൾ ഈ കാര്യം പറയും. ഒരു പ്രശ്നം വന്നാലുള്ള കാര്യമാണ് പറയുന്നത്, കേട്ടോ. പിന്നെ ആണെങ്കിലോ ഒരു സമാധാനമില്ല. പിന്നെ അത് സോൾവ് ആകുന്നിടം വരെ നമുക്ക് പ്രശ്നങ്ങളായിരിക്കും, അല്ലേ? നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ സന്തോഷമെല്ലാം നശിപ്പിച്ച് നമ്മൾ പിന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ആകുന്നവരെ എങ്ങനെയൊക്കെയോ ദിവസം തള്ളി നീക്കിക്കൊണ്ട് പോവാം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യണം, കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓവർ തിങ്കിങ് പാടെ ഒഴിവാക്കണം. അപ്പം നമുക്ക് ഹാപ്പിനെസ്സിനെ വളരെ കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ കാര്യമാണ് പോസിറ്റീവായ ആളുകളോടൊപ്പം സമയം ചിലവഴിക്കുക.
ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കൂട്ടുകെട്ടിലുള്ളവർ? നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ ഒക്കെ നല്ല പോസിറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരാണോ? നമ്മൾ നമ്മുടെ സമയം ചിലവഴിക്കുന്നത് ആരോട് കൂടിയാണ് എന്നത് നമ്മുടെ ലൈഫിനെ വളരെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഹാപ്പിയായ ആളുകൾ എപ്പോഴും പോസിറ്റീവ് എനർജിയുള്ള ആളുകളെയാണ് ചൂസ് ചെയ്യുന്നത്. അവരെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവർ ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും നമ്മളെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരായിരിക്കും, നമ്മുടെ ലൈഫ് നല്ല ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരോടല്ലേ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്. നേരെ തിരിച്ചായാലോ, നെഗറ്റീവ് ആളുകളോടാണെങ്കിലോ അവരെപ്പോഴും നെഗറ്റീവ് തന്നെ പറയും, എല്ലാവരെയും കുറ്റം പറയും, പരാതി പറയും അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മളും മെല്ലെ മെല്ലെ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് അങ്ങ് പോകും. എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? എന്തിനാണ് നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ നശിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഹാപ്പി ആയ ആളുകൾ ചെയ്യുന്ന 3 ഹാബിറ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞ. പരമാവധി നമ്മൾ നമ്മുടെ എന്ത് കണ്ടാലും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായ ആളുകളോടൊപ്പം സമയം ചിലവഴിക്കുക. ഈ കാര്യങ്ങളൊക്കെ, ഈ 3 ഹാബിറ്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ലൈഫും മാറിത്തുടങ്ങും. ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു സാധനം പുറത്തുനിന്ന് വരേണ്ടതല്ല. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമ്മൾ കണ്ടും മനസ്സിലാക്കിയും ശ്രദ്ധിച്ചും ശ്രമിച്ചും ഒക്കെ കിട്ടേണ്ട ഒരു കാര്യമാണ്. ഹാപ്പിനെസ് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഏത് സിറ്റുവേഷൻ വന്നാലും നല്ല രീതിയിൽ ഇരിക്കണോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കണോ എന്ന് വിചാരിക്കേണ്ടത്, എന്ത് ചിന്തിക്കേണ്ടത് നമ്മളാണ്. നമ്മളുടെ ചിന്താഗതി പോലെയാണ് നമ്മളുടെ ബാക്കിയുള്ള ലൈഫ് അല്ലേ? അതുകൊണ്ട് പരമാവധി ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മളിലേക്ക് കൂടുതൽ ഹാപ്പിനെസ് വന്നു ചേരത്തുള്ളൂ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരത്തുള്ളൂ. നെഗറ്റീവായിട്ടിരുന്നാൽ എപ്പോഴും നെഗറ്റിവിറ്റി തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ ചുറ്റും നിർത്തുക. അത് നമ്മളെ ഒരുപാട് നല്ലൊരു ലൈഫിലേക്ക് തിരിക്കാൻ വേണ്ടി സഹായിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒരു ലൈക്കും ഒരു കമൻറ്റും ഷെയറൊക്കെ തരണം കേട്ടോ. പിന്നെ ഇതുപോലെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കാരണം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നതെല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. താങ്ക് യു ഓൾ. ടേക്ക് കെയർ.